ഒരു ശാന്തമായ വനത്തിൽ ഒരു സന്യാസി താമസിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വളരെ കരുണയും ദയയുമുള്ള ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹം എപ്പോഴും ആൽമര ചുവട്ടിലിരുന്ന് ധ്യാനിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു കാക്ക ഒരു എലിയെ കൊത്തിക്കൊണ്ട് പറന്നു പോകുന്ന സമയത്ത് കാക്കയുടെ വായിൽ നിന്നും എലി തെറിച്ച് സന്യാസിയുടെ മടിയിൽ വന്നു വീഴുന്നു. ആ എലിയുടെ കണ്ണുകളിൽ പേടിയും വിശപ്പും നിറഞ്ഞു നിന്നിരുന്നു. സ്വാമി വളരെ സ്നേഹത്തോടെ അതിനെ തലോടി അതിന് തൻ്റെ കയ്യിലുള്ള ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണം കഴിച്ച് കുറച്ച് ദിവസം സ്വാമിയുടെ കൂടെ നിന്ന ആ എലി വളരെ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു ദിവസം ആ കാട്ടിലൂടെ നടക്കുകയായിരുന്ന എലിയെ ഒരു പൂച്ച വന്ന് പിടിക്കാൻ നോക്കുന്നു. അങ്ങനെ എലി പേടിച്ചോടി വന്നിട്ട് സ്വാമിയുടെ മടിയിൽ വന്ന് വീഴുന്നു. എന്നിട്ട് പറയുന്നു, "സ്വാമി, എന്നെ പൂച്ച ആക്രമിക്കാൻ വരുന്നു" എന്ന്. അപ്പോൾ സ്വാമി വളരെ സ്നേഹത്തോടെ അതിനെ ജപിച്ച് അതിനെ ഒരു പൂച്ചയാക്കി മാറ്റുന്നു. അപ്പോൾ വളരെ സമാധാനത്തോടു കൂടി അങ്ങനെ പൂച്ചയായി മാറിയ എലി വളരെ സമാധാനത്തോടുകൂടി കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു ചെന്നായ വന്ന് അതിനെ പേടിപ്പിക്കുന്നു. അപ്പം പേടിച്ച് വിറച്ച് പൂച്ച ഓടിച്ചെന്ന് സ്വാമിയുടെ അടുത്തേക്ക് വന്ന് പറയുന്നു, "എന്നെ ഒരു ചെന്നായ വന്ന് ആക്രമിക്കാൻ വരുന്നുവെന്ന്." അപ്പോൾ സ്വാമി അതിനെ പൂച്ചയിൽ നിന്നും ഒരു ചെന്നായയാക്കി മാറ്റുന്നു. അങ്ങനെ ചെന്നായായി മാറിയ ഈ എലി വീണ്ടും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കാട്ടിലൂടെ നടക്കുമ്പോൾ അതിനെ ഒരു പുലി വന്ന് അതിനെ പേടിപ്പിക്കുന്നു. അങ്ങനെ പേടിച്ച് വിറച്ച ചെന്നായ വീണ്ടും സന്യാസിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, "എന്നെ ഒരു പുലി പിടിക്കാൻ വരുന്നുവെന്ന്." അപ്പോൾ സന്യാസി വീണ്ടും ചെന്നായയെ ഒരു പുലിയാക്കി മാറ്റുന്നു. അങ്ങനെ പുലിയായ സന്തോഷത്തിൽ കാട്ടിൽ നടക്കുകയായിരുന്ന പുലി ഇനി തനിക്ക് ആരെയും പേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നടക്കുന്ന സമയത്താണ് ദൂരെ ഒരു മനുഷ്യൻ അമ്പും വില്ലും എടുത്തിട്ട് തൻ്റെ നേർക്ക് ഉന്നം വെക്കുന്നത് പുലി കാണുന്നത്. അപ്പോൾ പേടിച്ച് വിറച്ച പുലി വീണ്ടും ഓടിച്ചെന്ന് സന്യാസിയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ സന്യാസി പറയുന്നു, "നിന്നെ ഏത് രൂപത്തിലേക്ക് മാറ്റിയാൽ നിൻ്റെ മനസ്സ് എപ്പോഴും ഒരു എലിയുടേതായിരിക്കും. അതിനാൽ നീ നിൻ്റെ ഈ രൂപത്തിൽ നിന്നും നീ ഒരു എലിയായിട്ട് മാറട്ടെ" എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ പുലിയെ വീണ്ടും ഒരു എലിയാക്കി മാറ്റുന്നു. ഈ ഒരു കഥയുടെ സാരാംശം എന്തെന്നാൽ